വെൽക്കം ടു മൈ ചാനൽ. ഞാൻ അടുത്ത ഒരു നൈറ്റി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് അമ്മമാര് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നൈറ്റിയാണ്. അത് മിക്ക ആളുകൾക്ക് ആ നൈറ്റിയാണ് ഇഷ്ടം. അതിന് യോക്ക് നൈറ്റി എന്നും പറയും. കാരണം രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്തിട്ട്, അതായത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. പിന്നെ ഈ നൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ചുരുക്ക് കാണും, ബാക്കിലും ചുരുക്ക് കാണും. പിന്നെ ഉള്ള പ്രത്യേകത നമുക്ക് അതില് ലേസ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തയ്ക്കാം, അല്ലെ ഫ്രില്ല് വെച്ച് തയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. ഞാൻ ഇതിന് ഇപ്പൊ എടുക്കുന്ന അളവുകൾ ഞാൻ പറയാം. ഇത് ചെറിയ, അതായത് അധികം വണ്ണമില്ലാത്ത ആളിന് എടുക്കുന്ന ഒരു നൈറ്റിയാണ്. ഇറക്കം ഒരു 45 ഇറക്കം ഞാൻ വെച്ചേക്കുന്നത്. അതിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. കാരണം ഇതിൽ ഷോൾഡറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യം ഇരിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് യോക്ക് ലെങ്തും യോക്ക് വിഡ്ത്തുമാണ് ഈ നൈറ്റിക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ യോക്ക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട ലെങ്ത്, അതായത് ഈ ലെങ്ത് ആണ് യോക്ക് ലെങ്ത്. മനസ്സിലായോ? അതായത് ഇവിടുന്ന് നമ്മുടെ ബ്രസ്റ്റിന്റെ അവിടെ ലെങ്ത് വരെ, അല്ലെങ്കിൽ അതിന് താഴെ വരെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. ഞാനിപ്പോ ഇതിലെടുക്കുന്നത് ആ ലെങ്ത് 9.5 ഇഞ്ച്. ഇനി യോക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഷോൾഡർ ആണ്, ഹാഫ് ഷോൾഡർ ആണ് നമ്മൾ എടുക്കേണ്ടത്. വണ്ണം കൂടിയവർക്ക് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂടെ കൂട്ടിയെടുക്കാം. അല്ലാതെ നമ്മുടെ ചെസ്റ്റിനനുസരിച്ചല്ല ഇത് എടുക്കുന്നത്. അതായത് ഷോൾഡറിന്റെ ഹാഫ്. അപ്പൊ ആദ്യം ഞാൻ ഷോൾഡർ എടുത്തിടുകയാണ്. ഷോൾഡർ 7 ഇഞ്ച് അല്ലേ? അപ്പൊ നമുക്ക് ഷോൾഡർ 7 ഇഞ്ച് എടുത്താലും അത് തന്നെയാണ് യോക്ക് വിട്ടും വരുന്നത് 7 ഇഞ്ച്. ഞാൻ ആ 9.5 7 ഇഞ്ച് തന്നെ എടുത്തു. ഇനി എന്നിട്ട് അതിനെ നമ്മൾ സ്ക്വയർ പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി കാണുമല്ലോ? അതായത് ഈ യോക്ക് നൈറ്റിയിൽ, അതായത് അമ്മമാരൊക്കെ ഇടുന്ന നൈറ്റിയാണ് ചുരുക്കമുള്ള ഈ നൈറ്റിയിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് യോക്ക് ലെങ്ത് എടുക്കണം, യോക്ക് വിഡ്ത്ത് എടുക്കണം. ലെങ്ത് നമ്മൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കും. വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിന്റെ ഹാഫ് ആണ് എടുക്കുന്നത് കേട്ടോ. 1/4 ഇഞ്ച് കൂടെ വേണമെങ്കിൽ കൂട്ടിയെടുക്കുക. അത് വണ്ണം ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ഇത്തിരി കൂട്ടിയെടുക്കേണ്ടത്. ഇനി ഈ യോക്കാണ് ഞാൻ ഈ വരച്ചിട്ടേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള അളവുകളിലേക്ക് കടക്കാം. ഈ യോക്ക് നമ്മുടെ ഈ ലെങ്തും വരച്ചു, വിട്ടും വരച്ചു. താഴെ നിന്ന് ഈ സൈഡിൽ നിന്ന് 2.5 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തുക. കണ്ടോ? ഉയർത്തിയിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കണ്ടല്ലോ? ഇവിടെ എടുത്തത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് എടുത്തിട്ട് അതിനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഷോൾഡർ 7 ആയതുകൊണ്ട് ഞാൻ കഴുത്തകലം 2.5 എടുക്കുന്നുള്ളൂ. ഫ്രണ്ട് ഇറക്കം 5 ഇഞ്ചാണ്. ബാക്ക് 3 ആണ്. 3 2.5 അത് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്ക് ഷേപ്പ് കൊടുക്കാം. ഷേപ്പ് ചെയ്തു. ഇതിന് ഷോൾഡർ ചരിവുണ്ട് 1/2 ഇഞ്ച് കൊടുക്കുക. ഓക്കെ, അപ്പൊ യോക്ക് എടുത്തത് മനസ്സിലായി കാണുമല്ലോ. യോക്ക് ലെങ്തും വിഡ്ത്തും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. യോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അളവ്, ഇഷ്ടമുള്ള അളവ്. യോക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ഷോൾഡറിന്റെ ഹാഫ് ആണ്. വണ്ണമുള്ളവർക്ക് 1/4 1/2 കൂടെ കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്യുകയാണ്. കണ്ടോ? ഷേപ്പ് ചെയ്തു. യോക്ക് കിട്ടി. ഈ യോക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള സ്കേർട്ട് പീസ്, അതായത് നമ്മൾ ചുരുക്കിടുന്ന പീസ്, അതിന്റെ ആ പീസ് എന്ന് പറയുമ്പോൾ 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് ഷേപ്പ് ചെയ്ത് വേണം എടുക്കാൻ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉയർത്തി ഇവിടെ വരെ വരണം. വന്നതിന് ശേഷം ഇവിടെ 2.5 ഇഞ്ച് എടുക്കുക. 2.5 കണ്ടോ? താഴോട്ടും 2.5 കൊടുക്കുക. അതാണ് ഇങ്ങനെ നമ്മുടെ, കണ്ടോ? ഇതാണ് ആ ഷേപ്പ്. അതായത് നമ്മൾ ഇവിടെ 2.5 കൊടുത്ത ആ ഷേപ്പ് ഇവിടെ ആ 2.5യിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് തയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഞാനത് പറഞ്ഞു തന്നതാണ്. ഇപ്പൊ ഇവിടെ 2.5 എടുത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ 2.5 എടുത്തത്, ഇവിടെയും 2.5 എടുത്തത്. ഇവിടെ നമ്മൾക്ക് 3 എടുത്ത് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ 3 ഇവിടെ 3 എടുക്കുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഏത് മോഡൽ, ഇതിപ്പോ ഇതൊരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാൻ സാധിക്കും. അത് അവനവന്റെ കഴിവിനനുസരിച്ച്. അപ്പൊ 3 എടുക്കാം, 3.5 എടുക്കാം, 4 എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഈ യോക്കിന്റെ ലെങ്തിൽ അങ്ങനെ ഷേപ്പ് വരുത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്കേർട്ട് പീസിലും ഷേപ്പ് വന്നുകൊണ്ടിരിക്കണം, ഷേപ്പ് വരുത്തുകയും വേണം. അതിനുശേഷം നമുക്ക് എടുക്കാനുള്ളത് സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവ് ഇങ്ങനെ വരച്ചു വെട്ടുക. ഓക്കെ, അപ്പൊ നമ്മുടെ ലെങ്തിനനുസരിച്ച് സ്ലീവ് എടുത്തു.
ഇത് മനസ്സിലായി കാണുമല്ലോ. ഇത്രയും താഴോട്ടുള്ള ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇത് നല്ല ഷേപ്പിൽ വന്നാലേ നമുക്ക് ചുരുക്ക് കിട്ടുള്ളൂ. കണ്ടോ? ചുരുക്ക് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 3/4 ഇഞ്ച് ഷേപ്പ് ചെയ്ത് തന്നെ കട്ട് ചെയ്യണം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വെട്ടിയെടുക്കുക. അപ്പം നമുക്കിനി ഇത് തയ്ക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.